പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു ആരോഗ്യ വകുപ്പിൽ, അല്ലേ? അപ്പോൾ അവിടെ വീണ ജോർജുമായി ബന്ധപ്പെട്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വലിയ കേസായതാണ്, അല്ലേ? അവരുടെ കഴുത്തിന് ആ പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ആ കേസ് ആഭ്യന്തര വകുപ്പ് ഇടപെട്ടിട്ട് വീണ്ടും അന്വേഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല തന്നെയാണ് കടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ അന്ന് കണ്ടതാണ്, ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അതിൽ ആക്രമിക്കുന്നതായിട്ടൊന്നും നമുക്ക് റെയിൽവേ പോലീസിനും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരാൾക്കും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ദൃശ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു വ്യാജ പരാതി ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ആയിരിക്കുമോ രമേശ് ചെന്നിത്തല ഇത്തരമൊരു അന്വേഷണം പുനരാരംഭിക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായിരുന്നു വീണ ജോർജ് എന്ന് പറയുന്നത്. ഒരുപാട് മെഡിക്കലിന് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നത് നമുക്കറിയാം. വയറ്റിൽ കത്രിക വെച്ചിരുന്ന പ്രശ്നം, അങ്ങനെ ഒരുപാട് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു അധപ്പതിച്ച സമയമായിരുന്നു അതെന്ന് പറയുന്നത്. അതിനെതിരെയായിരുന്നു 2026 ഫെബ്രുവരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ആ സമയത്താണ് വീണ ജോർജിന് നേരെ ഇവർ ചെല്ലുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ എല്ലാവരും ന്യൂസൊക്കെ അന്ന് പുറത്തു വന്നിരുന്നത് എന്താണ്? വീണ ജോർജിന് നേരെ ഇവർ പ്രവർത്തിച്ചു, വലിയ ആയുധങ്ങളുമായിട്ടൊക്കെ വന്നു, അവർക്കെതിരെ നടത്തി, അവരുടെ പെടലിൽ പോയി, അവരെ പിന്നെ ആശുപത്രിയിലായിരുന്നു, പെടലിൽ വലിയ കെട്ടൊക്കെയായിട്ടായിരുന്നു നമ്മൾ പിന്നീട് അവരെ കണ്ടിരുന്നത്. അതിന് ഇപ്പം ഗൺമാനായിരുന്നു ഇതിനെതിരെ ആദ്യം പരാതി നൽകിയത്. അത് ഇവർക്കെതിരെ നടത്തി, ഗൺമാനും ഇതിന് പരിക്കേറ്റു എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നീട് റെയിൽവേ പോലീസ് ആണെങ്കിലും നമ്മുടെ കേരള പോലീസ് അന്വേഷിച്ചപ്പോഴും പുറത്ത് വന്നിരുന്നത്, വീഡിയോയിൽ കണ്ടിരുന്നത്, ഇവർക്കെതിരെ ഒന്നും നടന്നിട്ടില്ല, ഇവർക്ക് നേരെ ആക്രമണവും നടന്നിട്ട് ഇവർ അടുത്തേക്ക് പ്രവർത്തകർ എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എങ്ങനെ പെടലിക്ക് പരിക്ക് പറ്റി എന്നായിരുന്നു അടുത്ത ചോദ്യം. ഇവർക്കെതിരെ ഹൈക്കോടതിയിലൊക്കെ അങ്ങനെ 5 KSU പ്രവർത്തകർക്കെതിരെയായിരുന്നു കേസ് എടുത്തിരുന്നത്. അവർ ഈ 1-ാം പ്രതി ഈ ഹൈക്കോടതിയിൽ വീണ ജോർജിനെതിരെയും പോയിരുന്നു, തങ്ങൾ അടുത്തേക്ക് ചെന്നിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അത് പിന്നീട് വലിയ രീതിയിലൊന്നും പോവാതെ ഇപ്പോൾ വീണ്ടും ഇത് പൊങ്ങി വന്നിരിക്കുകയാണ്. അല്ല, നമ്മൾ നോക്കുമ്പോഴും മനസ്സിലാവുന്നത് KSU പ്രവർത്തകർ വീണ ജോർജിന്റെ അടുത്തേക്ക് പോകാൻ അവിടെ അനുവദിക്കുന്നില്ല. പോലീസുകാർ പിടിച്ച് നന്നായി മാറ്റുന്നുണ്ട്, അടുത്തേക്ക് ചെല്ലാനേ അനുവദിക്കുന്നില്ല. കരിങ്കൊടി കാട്ടുന്നുണ്ട്, അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത്ര മീറ്ററിനപ്പുറം മുമ്പ് തന്നെ പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. നേരത്തെ അറിയായിരുന്നു അവിടെ ഒരു സുരക്ഷാ ക്രമീകരണം. അപ്പോൾ അടുത്തേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഈ കഴുത്തിന് പരിക്കുണ്ടായി, എനിക്ക് തോന്നുന്നു വീണ ജോർജാണ് അങ്ങോട്ട് ചെല്ലുന്നത്, അല്ലെ? വീണ അങ്ങോട്ടാണ് ചെല്ലുന്നത്. ഞാൻ മനസ്സിലാക്കുന്നില്ല, അവിടെ KSUക്കാരവിടെ അവരെ തൊട്ടതായിട്ടോ ഒരു അടുത്ത് ചെന്നതായിട്ടോ ഒരു പരാതി ഇല്ല. അപ്പോൾ അത് വലിയ വിവാദം ഉണ്ടാക്കിയൊരു കേസായിരുന്നു, വീണ ജോർജിനെ പോയി ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്നിപ്പോ രമേശ് ചെന്നിത്തല അന്വേഷിക്കാൻ വേണ്ടി SIT അല്ലേ, SIT അന്വേഷണ സംഘത്തെ നിയമിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഇതിന്റെ സത്യം പുറത്തു വരാനായിരിക്കും? എങ്ങനെ ആയാലും അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. എല്ലാ കേസുകളും കൃത്യമായി അന്വേഷിക്കണമല്ലോ. എങ്ങനെയാണ് ഇത് വ്യാജ പരാതി ആയിരുന്നോ, അങ്ങനെ വധശ്രമമാണ് ആദ്യം ഒരു എടുത്ത കേസ് എന്ന് പറയുന്നത്. എന്നാൽ അത് പിന്നീട് വധശ്രമം മാറ്റി, കാരണം വീഡിയോ രംഗങ്ങളില്ല. റെയിൽവേ പോലീസ് തന്നെ പറയുന്നു അങ്ങനെ രംഗങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വ്യാജ പരാതികൾ എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് പിന്നെ ഒരു സംശയം വരുന്നത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പ് ഒരു വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നേരിട്ടൊരു സമയമായിരുന്നു പ്രധാനമായിട്ട്. ഇപ്പോൾ വയറ്റിലെ കത്തി, അങ്ങനെ നിരവധി കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ്. മറന്നു വെച്ചു അതിനെ ന്യായീകരിക്കുന്ന ആരോഗ്യമന്ത്രിയെ കണ്ടതാണ്. അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു കേസിനെ രമേശ് ചെന്നിത്തല ഇതിനെ, അല്ലെങ്കിൽ ഇപ്പോ ഈ അന്വേഷണ സംഘത്തെ നിയമിച്ചത്, ഇവരെങ്ങനെയായിരിക്കും ഈ കേസുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് നോക്കണം, അല്ലേ? അതെ, നമുക്കറിയാം ഇപ്പം UDF സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ഒരുപാട് കേസുകൾ പൊങ്ങി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ പൊങ്ങി വന്നതാണ് ഈ ഇഷ്യൂ. അപ്പോൾ KSU പ്രവർത്തകർക്കെതിരെയാണെങ്കിലും അല്ലെങ്കിൽ വീണ ജോർജിനെതിരെയാണെങ്കിലും ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അവിടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമാണ്. അപ്പം ഈ ഒരു കേസ് മുന്നോട്ട് വന്നാൽ, ഇപ്പം അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ KSU പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കണം. കാരണം നമ്മുടെ ഒരു മന്ത്രിയായിരുന്നു, മന്ത്രിക്കെതിരെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള, പ്രതിഷേധിക്കാം പക്ഷെ കയ്യേറ്റം ചെയ്യേണ്ടായിരുന്നു.
അല്ല അവരൊരു കള്ളക്കേസ് അവിടെ അതൊരു രാഷ്ട്രീയമായി പ്രവർത്തിക്കാനാണ് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ വീണ ജോർജിനെതിരെ അവിടെ കേസ് വരണം, അവർക്കെതിരെ ഇങ്ങനെ ഉപദ്രവിച്ചു, തൻ്റെ പെടലിൽ പോകാൻ കാരണം അവരാണെന്നുള്ള രീതിയിൽ അന്ന് വലിയ വിപ്ലവം അല്ലെങ്കിൽ SFI KSU പ്രവർത്തകർ തമ്മിലുള്ള ഒരു കയ്യേറ്റം തന്നെ നമ്മളന്ന് കണ്ടിരുന്നു. അപ്പം എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് ഈ അന്വേഷണം മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ ആ രമേശ് ചെന്നിത്തല എന്തായാലും KSUവിനാണെങ്കിലും അല്ലെങ്കിൽ വീണ ജോർജിനെതിരെ ആണെങ്കിലും എന്താണ് അവിടെ നടന്നതെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. ഉറപ്പായിട്ടും അത് കൃത്യമായ അന്വേഷണം നടന്നേ പറ്റുള്ളൂ. അത് വലിയ വിവാദമായൊരു കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ വീണ ജോർജിനെ ആക്രമിക്കും. അപ്പോൾ അതിങ്ങനെ ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയല്ലേ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആരോഗ്യമന്ത്രി അല്ലേ, അങ്ങനെയാണോ ഒരു പ്രവർത്തകർ കാണിക്കേണ്ടത്, അവരുടെ കഴുത്തിന് അത്രത്തോളം പരിക്കുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ആശുപത്രിയിൽ നിൽക്കുന്ന അല്ല കിടക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെയധികം അത് മാത്രമല്ല അങ്ങനെ പിണറായി വിജയനും മറ്റ് സഖാക്കളെല്ലാവരും പോയി അല്ലെ, കണ്ണൂർക്ക് പോകുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം മെയിനായിട്ട് ഉണ്ടായത്. കരിങ്കൊടി കാണി അവർ നേരത്തെ ABVP പ്രവർത്തകരുണ്ടായിരുന്നു, അവർ പുറത്തായിരുന്നു. അവരങ്ങനെ പ്രതിഷേധ അകത്തേക്കൊന്നും വന്നില്ല. KSU പ്രവർത്തകരായിരുന്നു ഇവിടെ അകത്തുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ നടപടിയെ ഇവര് സ്വീകരിക്കുക? ഇപ്പോൾ ഇത് ഒരു വ്യാജ പരാതിയാണെന്ന് തെളിയുകയാണെങ്കിൽ മിക്കവാറും ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന് അകത്ത് ചിലപ്പോൾ പോയിന്റ് വരാം. വ്യാജ പരാതിയാണ് കൊടുത്തിരുന്നത് അല്ലെ, അത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവിടെ പരാജയപ്പെട്ടു. ഇപ്പൊ അബിൻ വർക്കിയാണ് അവിടെ. അബിൻ വർക്കിക്ക് ഇപ്പൊ പ്രളയ സമയത്ത് നന്നായി ആക്റ്റീവായിട്ട് ഇറങ്ങുന്നുണ്ട്, ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയും കൃത്യമായി ഇറങ്ങുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ അത് വ്യാജ പരാതിയായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടുപിടിച്ചാൽ ഈ വീണ ജോർജിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇവർ അന്വേഷണം പുനരാരംഭിച്ച് കൃത്യമായ തെളിവുകളോടെ അവരെ പിടിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഒരു വ്യാജ പരാതി ഉണ്ടാക്കി ഇത്തരം പക്ഷെ അതൊന്നും ഏറ്റില്ല എന്നുള്ളതാണല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതൊന്നും ഏറ്റില്ല എന്നുള്ളതാണ് നമ്മളെ അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അന്വേഷണം തുടരണം, അന്വേഷണം കൃത്യമായിട്ട് വരട്ടെ. എങ്ങനെയാണ് ഇവർ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം കൃത്യമായ തെളിവ് കണ്ടുപിടിക്കട്ടെ. അതിപ്പോൾ KSUവിൻ്റെ ഭാഗത്തായാലും KSU യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് കാരുടെ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും ഇനി വീണ ജോർജിൻ്റെ ഭാഗത്താണെങ്കിലും രണ്ട് പേരുടെ ആരുടെ ഭാഗത്താണെങ്കിലും കൃത്യമായ നടപടി എടുക്കണം. അതിന് ഒരു സംശയവുമില്ല, അതിൽ നമുക്ക് രാഷ്ട്രീയവുമില്ല. കൃത്യമായ നടപടി എടുക്കുക തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ നടപടി എന്നുള്ളത്. ആ പെടലി ഇഷ്യൂ ഏക്ക് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ നിയമസഭയിൽ എന്നിട്ട് ജയിക്കാൻ പോലും പറ്റിയില്ല. കാരണം എന്താണ്, ആ വീഡിയോ ഫുട്ടേജ് എല്ലാവരും കണ്ടതാണ്, അടുത്തേക്ക് വന്നില്ല. അതിൻ്റെ കൂടെ ഇവരുടെ ഈ ഒരു ആക്ടിങ്ങും, പിന്നെ ആക്ടിങ് ആണോ എന്ന് നമുക്കത് പൂർണ്ണമായിട്ട് പറയാനായിട്ടില്ല. അവരുടെ ആ ഒരു ഇഷ്യൂ ആണെങ്കിലും പിന്നീട് നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിൽ കാണിച്ചു തരുന്ന ആ ഒരു കാര്യങ്ങൾ, അതായത് കൃത്യമായിട്ട് അവർക്ക് നൽകിയ മേഖല അവർ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ നല്ല പരാജയമായിരുന്നു. ആ ഒരു കാരണം കൊണ്ടൊക്കെയായിരുന്നു അവർക്ക് അന്ന് തോൽവി നേരിട്ട്. പിന്നെ അവർക്കെതിരെ കേസ് വരുമോ എന്നുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഗൺമാനാണ് പരാതി നൽകിയിരിക്കുന്നത്. ചിലപ്പോൾ ഇനി ഗൺമാനെതിരെ ആയിരിക്കും, ആരോഗ്യമന്ത്രിക്ക് എതിരെ. എല്ലാ വിഷയങ്ങളിലും ഈ ഗൺമാന്മാരാണല്ലേ പ്രശ്നം. ഇപ്പൊ ആലപ്പുഴ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഗൺമാനാണ് പ്രശ്നം ഉണ്ടാക്കിയതോടെ അടി അതിപ്പോ എല്ലാവരും ഇപ്പൊ അകത്താണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഗൺമാന്മാരാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ ആലപ്പുഴയിലായാലും ആ ഒരു സ്ഥലത്തായാലും ഗൺമാന്മാരാണ് അവിടെ എല്ലായിടത്തും പ്രശ്നമായി വരുന്നത്. നേതാക്കൾക്കുമാർക്ക് ജീവൻ ത്യജിക്കാൻ വേണ്ടി ഒരു വ്യക്തികളാണെന്ന് തോന്നുന്നു ഗൺമാന്മാർ. ഇപ്പൊ പലരും അകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എല്ലാവരും. ഇപ്പോൾ ജോലി വരെ പോയി അത്രയും നിക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ആ സംഭവം ഒന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. രക്ഷാപ്രവർത്തനമൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് കണ്ടവർക്ക് ആർക്കും അങ്ങനെ പറ്റില്ല. ഇതും അങ്ങനെ ഒരു പ്രവർത്തനമാണെങ്കിൽ ഈ എങ്ങനെയാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എങ്ങനെയായിരിക്കും ഇതിനെ ന്യായീകരിക്കാൻ പോകുന്നത്? ഇവർ എങ്ങനെയായിരിക്കും ഇത്തരം നടപടികളിലേക്ക്? ഇപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് ആ വീഡിയോയുടെ ദൃശ്യങ്ങൾ മാത്രമാണ്, അല്ലാതെ നമുക്ക് അവിടെ വേറെ തെളിവുകളൊന്നുമില്ല. അപ്പം നേരിട്ട് കണ്ടവരല്ലാതെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങോട്ട് അടുപ്പിക്കുന്നതേ ഇല്ല അല്ലേ, ഈ KSU പ്രവർത്തകരെ അങ്ങോട്ട് അടുപ്പിക്കുന്നതേ ഇല്ല. ഒരു ബന്ധവുമായി അവരുടെ അടുത്തേക്ക് പോലും ചെല്ലുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ വേറെ എന്ത് തെളിവുകളായിരിക്കും, അല്ലെങ്കിൽ എന്ത് അന്വേഷണം, ആരെയൊക്കെ ആയിരിക്കും ഇവർ അന്വേഷണത്തിനായി ഉപയോഗിക്കുന്നത്? ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ, അല്ലെങ്കിൽ വീണ ജോർജിൻ്റെ തന്നെ മൊഴിയെടുക്കാം, അതല്ലാതെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം, അല്ലാതെ വേറെ എന്തൊക്കെ തെളിവുകൾ ഇവർക്ക് എടുക്കാൻ സാധിക്കും? വേറെ ആരെയൊക്കെ ഇവർക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും? ഈ ഒരു അന്വേഷണ സംഘം എങ്ങനെയായിരിക്കും, ഇവരുടെ നടപടി എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ നടപടി കൃത്യമായി മുന്നോട്ട് പോകണം. അത് വലിയൊരു പ്രധാന വിഷയമായിരുന്നൊരു വിഷയം തന്നെ ആയിരുന്നു ആ ഒരു സമയത്ത്. ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്തായാലും നടപടി വരട്ടെ.
ആരുടെ ഭാഗത്തായാലും കൃത്യമായ നടപടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം, അവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം.